ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി നമ്മൾ റൈസ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ബീഫ് വെച്ചിട്ട് അടിപൊളി റൈസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പി നിങ്ങൾക്ക് പരിചയമുള്ള റൈസ് റെസിപ്പിയാണ്. കാബിരി ചോറാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ബീഫ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ 1.5 കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഫ് നമുക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം വലുപ്പമൊന്നുമില്ല, ചെറിയ പീസായിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ മഞ്ഞളൊക്കെ കഴുകിയതിന് ശേഷം മഞ്ഞളിട്ടിട്ടൊന്ന് കുഴച്ചെടുത്തതാണ്, പെട്ടെന്ന് വെള്ളമൊക്കെ വേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുത്താലും മതി കേട്ടോ. കുക്കറിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം അപ്പോൾ ഞാനിവിടെ 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കബ്സ മസാല, അതും ഒരു 1.5 ടീസ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കുക. അത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ കബ്സ മസാല എന്ന് പറഞ്ഞിട്ട്, അത് ആ ഒരു പാക്കറ്റിൽ നിന്ന് കേട്ടോ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ നമുക്ക് കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, ഒരു വലിയ പീസ് പട്ട അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് ഇതുപോലെ പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഈ ഒരു ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ ബീഫിനനുസരിച്ചിരിക്കട്ടെ വേവ്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന സൈസിലുള്ള ബീഫാണ്. അപ്പോൾ ഒരു 3 വിസിൽ തന്നെ മതി. 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷം കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക, ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. ചിക്കൻ മാഗി ക്യൂബാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള 4 സവാള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഓയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മൾ എടുത്തിട്ട് ആ ഒരു മസാലയിലേക്കൊക്കെ ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നൊരു കുറച്ച് എടുത്തിട്ട് നമുക്ക് ആ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. 4 സവാള ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതുപോലെ ക്യാരറ്റും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കശുവണ്ടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം റൈസിൻസും ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിടാൻ നമ്മൾ കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് റൈസിൻസും ഇട്ട് കൊടുത്തിട്ട്, ഇത് ഏകദേശം ആയി വരുന്ന സമയത്ത് റൈസിൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, രണ്ടിനും ഒരേ ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടും അത് ഓയിലിൽ നിന്ന് കോരിയിട്ട് എടുക്കാം. അതിനുശേഷം പിന്നെ ഇത് കോരിയെടുത്തതിന് ശേഷം പിന്നെ ഇത് വേണം, കറി ലീവ്സ്, അതുപോലെ പിന്നെ ക്യാരറ്റും കറിവേപ്പില കൂടെ നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട്, ഇത് ഒരുപാട് സമയം ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂത്ത് വന്ന് അപ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. കുറേ സമയം ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് കാബിരി റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്നതാണ്. പിന്നെ ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് സവാള ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 3 സവാള, മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ആദ്യം ഞാൻ 4 എടുത്തു, ഇതിലേക്ക് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, അതിൻ്റെ പേസ്റ്റ് വേണം. ഞാനിപ്പോൾ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇഞ്ചി വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അതുപോലെ ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ. 7 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിലിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വലിയൊരു തക്കാളി ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ജ്യൂസ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 തക്കാളി എടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു തക്കാളി അങ്ങനെ ഇട്ട് കൊടുത്തു, പിന്നെ 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കബ്സ മസാലയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല അതിലേക്ക് ചേർക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയെടുത്തതാണെങ്കിൽ അതെടുക്കാം, പിന്നെ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കബ്സ മസാല 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ തന്നെയാണ് ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബീഫ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫിലേക്ക് ഒന്നും എടുത്തില്ലല്ലേ, ഇനി ഇതിലേക്ക് നമുക്ക് 2 എണ്ണം എടുക്കാം. 2 മാഗി ക്യൂബ് ഇതിലേക്ക് എടുക്കാം ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ കൈവച്ചിട്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു മാഗി ക്യൂബൊക്കെ നന്നായിട്ടൊന്ന് അതിൽ അലിഞ്ഞ് വരും. അത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ആ ഒരു കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ല, ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേവിച്ചെടുക്കണം കേട്ടോ ബീഫ്. നമ്മൾ ഒരുപാട് സമയം ദമ്മിലിട്ട് കൊടുക്കൊന്നുമില്ല. അപ്പം അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രം കുക്കർ ഓഫ് ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് റൈസ് ഊറ്റിയെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ചെറിയ പീസ് പട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ഗ്രാമ്പൂ ഏലക്കായൊക്കെ ഒരു 3-4 ഗ്രാമ്പും 3-4 ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ നമ്മുടെ മുസമ്പിയുടെ തൊലി ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളപ്പെടാതെ അതിൻ്റെ ആ ഒരു തൊലി ഭാഗം മാത്രം ഒന്ന് പീൽ ചെയ്തിട്ട് അത് ഒരു 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ഒക്കെ അത് ചേർത്ത് കൊടുക്കുക. ആ ഒരു ചോറിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതിൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലാതെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് വെന്ത് വരുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈസിനുള്ള വെള്ളം അവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും അതൊരു 1/2 കൈപ്പിടി പുതിനയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഇത് വേണം, ലെമൺ ജ്യൂസ് വേണം. ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ റൈസിലേക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് റെഡിയാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. ആ ഒരു നെയ്യ് ഇതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാള ഉണ്ടല്ലോ, അതിൽ 1/4 ഭാഗം ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തലശ്ശേരി ബിരിയാണിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുസംബി ജ്യൂസ് ഞാനിവിടെ ടോട്ടലായിട്ട് 1/2 കപ്പ് മുസംബി ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കി 1/4 കപ്പ് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ മസാല അവിടെ മൂടി വെച്ചിട്ട് മാറ്റി വെക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂർ റൈസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബസ്മതി റൈസ് 1/2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു 90% കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഊറ്റിയെടുക്കാനുള്ള ഒരു പരുവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഈ സമയത്ത് ഊറ്റിയെടുക്കാനുള്ള ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് ഇതാവുമെന്ന് വേണ്ട, ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന അതുപോലെ അത്യാവശ്യം വേവാവുകയും വേണം. ഒരുപാട് സമയം നമ്മൾ ദമ്മിലിടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ആ ഒരു വേവാവുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പം എന്നിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പം ഞാനിതുപോലൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം ഓവറായിട്ട് വെന്ത് പോയാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ബസ്മതി റൈസൊക്കെ ചെയ്യുമ്പോൾ നല്ല മഴയുള്ളൊരു വേവ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബീഫ് മസാലയിലേക്ക് 2-3 ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു ചോറ് ഊറ്റിയെടുത്തിട്ടുള്ള ചോറ് ഇങ്ങനെ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കബ്സ മസാലയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല, കബ്സ മസാല, പിന്നെ നമുക്ക് മുസംബി ജ്യൂസ് കുറച്ച് 1/4 ഭാഗം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും കുറച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ്
എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ വന്നോട്ടെ, നെയ്യിൻ്റെ ഫ്ലേവറും അതുപോലെ ആ ഓയിൽ, ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കശുവണ്ടി പരിപ്പ്, കിസ്മിസ്, അതുപോലെ സവാള, പിന്നെ ക്യാരറ്റ്, അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3, ഇപ്പോൾ ഞാൻ അടുത്ത കുറച്ച് ബാച്ച് ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ 3 ലെയറായിട്ടാണ് ഈ ഒരു റൈസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറും ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ആദ്യം ഗരം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ കപ്സ മസാല ഇട്ട് കൊടുക്കുക, പിന്നെ ഓയിൽ, നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ലെയറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുസംബി ജ്യൂസ്, അപ്പോൾ ഈ മുസംബി ജ്യൂസൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ കേട്ടോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റിനൊക്കെ. പിന്നെ മുകളിൽ കളറിന് വേണമെന്നുണ്ടെങ്കിൽ റെഡും അതുപോലെ ഗ്രീനും കളറെന്ന് ഇതുപോലെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, അത് നിർബന്ധമൊന്നുമില്ല. ഒരു ഫോട്ടോ ഭംഗിക്ക് വെക്കുക. കാബിരി റൈസിൻ്റെ ആ ഒരു തന്നെ ഒരു പച്ചയും ചുവപ്പും കളറിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുകയാണ്. എന്നിട്ട് ദം ചെയ്തെടുക്കുകയാണ്. കളർ തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഒരു ചെറിയ തീയിലിട്ടിട്ടൊന്ന് ദം ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം അതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഞാനിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ മുകൾ ഭാഗത്ത് മാത്രമേ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിങ്ങനെ താഴ്ഭാഗത്തേക്കൊക്കെ ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടുള്ളൊരു ചോറാണ് ഈ ഒരു കാബരി റൈസ്. അതിന് വേണ്ടിയിട്ടാണ് കളർ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്, നെയ്യിൻ്റെ ബിരിയാണീൻ്റെയൊക്കെ പോലെ നെയ്യിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം ഉണ്ട്. അത് നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മന്തിൻ്റെ ഒന്നും പോലെയല്ല കേട്ടോ. നമുക്ക് ഈ ഒരു മസാല കൂടെ സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ റൈസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്